ആയിഷ ബീവി വിവാഹം ചെയ്യപ്പെടുന്നത് ഇസ്രാ മിഅ്റാജൊക്കെ കഴിഞ്ഞ് ഹിജ്റക്കൊക്കെ മദീനയിലേക്ക് എത്തി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് 9 വയസ്സ് പ്രായമാകുമ്പോഴാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ വിവാഹം ചെയ്യപ്പെടുന്നത്. മൂക്ക് കീബട്ടായ ആലിമീങ്ങളൊക്കെ വിലമാക്കി പറഞ്ഞൊരു സത്യമാണ്. ആയിഷ ബീവിക്ക് 9-ാം വയസ്സിലാണ് ആയിഷ ബീവിനെ മുത്തുനബിൻ്റെ വീട്ടിലേക്ക് ഉമ്മു റൂമാൻ റളിയല്ലാഹു അൻഹ പുതുനാരിയായി വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കുന്നത്. റസൂലുള്ളാഹി ചാടിച്ചുകൊണ്ടേതൊന്നുമല്ല, സ്വന്തം ഉമ്മയാണ് ആയിഷ ബീവിയെ. ഉമ്മാൻ്റെ പേര് ഉമ്മു റൂമാൻ. അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മുത്തുനബിയുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട സൃഷ്ടിയാളെ കൂട്ടത്തിൽ അഹബ്ബുൽ ഖൽഖ്, സൃഷ്ടിയാളിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ആളാണ് ആര്? അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ആ അബൂബക്കറിന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിൻ്റെ ഏറ്റവും സുന്ദരിയും ഏറ്റവും ബുദ്ധിമതിയും ഏറ്റവും സൽസ്വഭാവിയുമായ ആയിഷ റളിയല്ലാഹു തആല അൻഹ. ആ ആയിഷ ബീവിനെ മുത്തുനബിക്കല്ലാതെ ആർക്ക് കൊടുക്കാനാണ്? 9-ാം വയസ്സിൽ വിവാഹം ചെയ്യണത് അത് പുതുമുള്ള കാര്യമല്ല. അന്ന് 9-ാം വയസ്സിൽ മുത്തുനബി ആയിഷ ബീവിയെ വിവാഹം ചെയ്ത് ശൈശവ വിവാഹം അന്ന് അറേബ്യയിൽ പതിവുള്ളതാ. അപ്പം അത് അന്നൊരു മോശമുള്ള സംഗതിയല്ല. ഇന്ന് നമ്മളെ കേരളത്തിൽ അതില്ല എന്ന് മാത്രം, ഇന്ത്യയിൽ തന്നെ പല സംസ്ഥാനങ്ങളിലും അത് പതിവുണ്ട് ശൈശവ വിവാഹം. പക്ഷെ ഇപ്പോൾ നിയമം വന്നു 18 വയസ്സായിട്ട് വിവാഹം കഴിക്കാവൂ. ആയിഷ ബീവി വിവാഹം ചെയ്യപ്പെടുമ്പോൾ 9 വയസ്സാണെങ്കിലും ആ ആയിഷ ബീവിൻ്റെ 9 വയസ്സിന് തൻ്റെ ഇടവും ബുദ്ധി കൂർമ്മതിയും കൊണ്ട് ആയിഷ ബീവി റളിയല്ലാഹു തആല. എന്തിനാ ആയിഷ ബീവിനെ വിവാഹം ചെയ്തത്? ആയിഷ ബീവിയുടെ ബുദ്ധി ദീനുൽ ഇസ്ലാമിന് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മനസ്സിലായി. സുഹൃത്തിൻ്റെ കുട്ടിയാണല്ലോ, സുഹൃത്തിൻ്റെ കുട്ടിനെ പറ്റി ബോധം ഉണ്ടാവുമല്ലോ. ഈ ബുദ്ധി ദീനുൽ ഇസ്ലാമിന് ഉപയോഗപ്പെടുത്താൻ പറ്റുമെന്ന് മുത്തുനബി വിശ്വസിച്ചു. ആ മുത്തുനബിയുടെ ആ ചിന്ത 100% അത് ശരിയായി പോയി. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയെ പറ്റി പണ്ഡിതന്മാരെന്താ പറഞ്ഞത്? ഇബ്നു ഹജർ അൽ അസ്ഖലാനി റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, ആയിഷ ബീവി അഫ്ഖഹുന്നാസ്, അഫ്ഖഹു സ്വഹാബ, സ്വഹാബത്തിൽ വെച്ച് ഏറ്റവും വലിയ പണ്ഡിത, കർമ്മശാസ്ത്രം അറിയുന്ന ആളാണ്. അതിനാ വിവാഹം ചെയ്തത് ആയിഷ ബീവിനെ. ആയിഷ ബീവിയോട് വലിയ ഇഷ്ടമായിരുന്നു റസൂലുള്ളാഹിക്ക്. നല്ല ബുദ്ധിയുള്ളവരോട് ഭയങ്കര ഇഷ്ടമായിരിക്കും ഉസ്താദുമാർക്ക്. കൂടുതൽ ബുദ്ധി ഉപയോഗപ്പെടുത്തി ഉസ്താദിനെ ഉപയോഗപ്പെടുത്തുന്നവരോട് ഉസ്താദിന് വലിയ ഇഷ്ടമായിരിക്കും. ഭംഗി ഉണ്ടെങ്കിലും ഭംഗി ഇല്ലെങ്കിലും. ആയിഷ ബീവി എല്ലാം പൂർണ്ണമായ ആളാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് വലിയ ഇഷ്ടമാണ്. റസൂലുള്ളാഹിക്ക് ഇങ്ങോട്ട് ഇഷ്ടം വന്നാൽ പിന്നെ ആ വ്യക്തിക്ക് കിട്ടുന്ന സമ്പൂർണ്ണതയ്ക്ക് അറ്റല്ല. നമ്മൾ അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നുണ്ട്, അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നത് അവിടെ എഫക്റ്റ് ചെയ്ത് അത് ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നൊരവസ്ഥയിലേക്ക് എത്തണം. നമ്മൾ റസൂലുള്ളാഹിനെ മുഹിപ്പാവാൻ തന്നെ ശ്രമിച്ചിട്ട് എവിടെ എത്തുന്നില്ല. ഇനി റസൂലുള്ളാഹിനെ മുഹിപ്പായി കിട്ടിയാൽ പിന്നെ റസൂലുള്ളാഹിൻ്റെ മെഹബൂബാവണം. റസൂൽ ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്ന അവസ്ഥ അല്ലാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. അതിൽ പെട്ടു ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. അപ്പം ആയിഷ ബീബി റളിയല്ലാഹു അൻഹയ്ക്ക് വലിയ അറിവും പാണ്ഡിത്യവും തൻ്റെ ഇടം ഉണ്ടായി. റസൂലുള്ളാഹി വഫാത്തായ ശേഷം 50 വർഷം ജീവിച്ചിട്ടുണ്ട് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. അറിവ് പറഞ്ഞു കൊടുത്ത് അഫ്ഖഹു സ്വഹാബത്ത, ഫത്വ ചോദിക്കാൻ ആയിഷ ബീബിൻ്റെ അടുത്തേക്കാണ് വരുന്നത്. അഅ്ഖലു സ്വഹാബ അല്ലേ, പണ്ഡിതന്മാർ തീരുമാനിച്ചില്ലേ, അഅ്ഖലു സ്വഹാബ, സ്വഹാബത്തിൽ വെച്ച് ഏറ്റവും ബുദ്ധിമതി. റസൂലുള്ളാഹിയുടെ എല്ലാ ഭാര്യമാരും ഉമ്മാത്തുൽ മുഅ്മിനീനൊക്കെ ബുദ്ധിമതികളാ. അവരുടെ കൂട്ടത്തിൽ ഏറ്റവും വലിയ ബുദ്ധിമതിയാണ് ആയിഷ ബീബി റളിയല്ലാഹു അൻഹ. ഇപ്പോൾ ഒരു പ്രസംഗകന് പ്രസംഗിക്കുന്നത് കേട്ടു, ആയിഷ ബീബി റളിയല്ലാഹു അൻഹ 18 വയസ്സായ ശേഷമാണ് വിവാഹം ചെയ്തത്. റസൂലുള്ളാഹി വിവാഹം ചെയ്തത് അത് ഭീമാബദ്ധമാണ്, ലോകമഹാവിഡ്ഢിത്തം അതിനെ പറ്റി പറയാം. എന്തുകൊണ്ട്? ഉലമാവ് പറഞ്ഞത് അങ്ങനല്ല, മുഹദ്ദിസീങ്ങൾ തന്നെ പറഞ്ഞു വെച്ചില്ലേ. ആയിഷ ബീവി റളിയല്ലാഹു അൻഹക്ക് നിക്കാഹ് ചെയ്യപ്പെടുമ്പോൾ 6 വയസ്സ് പൂർണ്ണമായിട്ടുണ്ട്. മുത്തുനബിയുടെ വീട്ടിലേക്ക് കൂട്ടി പുതുനാരിയായി കൊണ്ടുവരപ്പെടുന്ന സമയത്ത് 9 വയസ്സ് പൂർത്തിയായിട്ടുണ്ട് എന്നുള്ള വിഷയം അത് അവിതർക്കിതമാണ്, കൽ മുതവാത്തിരി. പിന്നെ അതിൽ രണ്ടഭിപ്രായത്തിനവിടെ വകുപ്പില്ല. ഒരാൾ പറഞ്ഞു, ഞാൻ അങ്ങനെ പഠനം നടത്തിയിട്ട് എനിക്ക് ബോധ്യപ്പെട്ട്, എൻ്റെ പഠനമാണ് ഏത് ആയിഷ ബീബി റളിയല്ലാഹു അൻഹക്ക്. ആയിഷ ബീബി റളിയല്ലാഹു അൻഹ 19 വയസ്സായിട്ടാണ് വിവാഹം ചെയ്തത്. അത് തെറ്റാണ്. എവിടെ ആര് പറഞ്ഞു? എന്താണ് അതിനുള്ള തെളിവ്? അങ്ങനെ അല്ല ഉള്ളത്.
19 വയസ്സ് ആയിഷ ബീബി റസൂലുള്ള വഫാത്താകുന്ന സമയത്ത് 19-ാം വയസ്സ് കടന്നതാ. വിവാഹം ചെയ്യുമ്പോഴല്ല. എൻ്റെ പഠനം അയാളൊന്നും പഠിച്ചിട്ടില്ല, പഠിച്ചാൽ അങ്ങനെ വരില്ല. എൻ്റെ പഠനം എന്ന് പറയാൻ പാടില്ല എന്ന് പോലും അറിയാത്ത ഒരു പഠിതാവ്. ഈ ഗൾഫ് രാജ്യങ്ങളിൽ, അറബി ലോകങ്ങളിൽ ചില വേണ്ടാത്ത പഠനങ്ങൾ നടത്തി അപൂർണമായ പഠനം നടത്തുന്ന പണ്ഡിതന്മാരുടെ അഭാവം മുതലെടുത്തുകൊണ്ട് ചില ആളുകൾ ഞാൻ പുതിയത് പറയുന്ന പണ്ഡിതനാണെന്ന് പറഞ്ഞു വരുന്ന ചില സ്ത്രീകളും പുരുഷന്മാരും അറബി ലോകത്തുണ്ട്. അവർ പഠിച്ച് എഴുതി വെച്ചത് ആ അറബി ഗൂഗിളിലിട്ട് അതിൻ്റെ മലയാളം എടുത്തിട്ട് അത് പുസ്തകമാക്കി അത് എൻ്റെ പഠനം എന്ന് പറഞ്ഞ് അവതരിപ്പിക്കുക. പ്രസംഗത്തിലും പുസ്തകമായിട്ട് അവതരിപ്പിക്കുന്ന ചില പഠിതാക്കളുണ്ട്. അത് അവരോട് പറയാനുള്ളത്, ഇപ്പം നമ്മളോട് പറഞ്ഞിട്ട് കാര്യമില്ലെങ്കിലും അവരോട് പറയാനുള്ളത്, ഇത് അപമര്യാദയാണ്. അയാൾ വലിയ ത്വരീഖത്തുവാദിയാണെങ്കിൽ നിന്റെ ത്വരീഖത്തൊക്കെ നിഷ്ഫലമായി പോകും. ഒരൊറ്റ ഷെയ്ഖും ഒരൊറ്റ മഹാന്മാരും കൂടെ നിൽക്കില്ല. ത്വരീഖത്ത് വാദിക്കുന്ന വ്യക്തിക്ക് ഞാൻ ആളാവണമെന്നുള്ള ചിന്തയുടെ ലാഞ്ച പോലും ഉണ്ടാകാൻ പാടില്ല. ഞാൻ ശ്രദ്ധിക്കപ്പെടണം. ഇത് പണ്ഡിത കേരളമാണ്. പണ്ഡിത കേരളത്തെ അങ്ങനത്തെ വാദങ്ങളൊന്നും നടക്കൂല, പിടികൂടപ്പെടും.